ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുന്ന കുറച്ച് ഡെയിലി ഹാബിറ്റ്സ്, നല്ല കുറച്ച് ഡെയിലി ഹാബിറ്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. പറയേണ്ട കാര്യമില്ല അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയല്ലേ. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടുകയാണ്. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒത്തിരി സമയം നമ്മുടെ കയ്യിലോട്ട് വരികയാണല്ലേ. അതുപോലെ മോർണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വയറ്റാണ്, ഡിസ്ട്രാക്ഷൻ കുറവാണ്. അപ്പം നമുക്ക് ഒന്ന് നമ്മളോട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാം സമയം നമുക്ക് കിട്ടുകയാണ് അല്ലേ. ഇപ്പം നമുക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയും വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ജോലിക്ക് വേണ്ടിയും എല്ലാം നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് പേഴ്സണൽ ഡിസിപ്ലിൻ വരിക, അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. ഏർലി മോർണിംഗ്സ് നമുക്ക് ഹെൽത്തി റുട്ടീൻസ്, അതായത് എക്സസൈസ്, ജേർണലിങ്, റീഡിങ്, ഇങ്ങനെയുള്ള കുറച്ച് ഹെൽത്തി റുട്ടീൻസ് കൊണ്ടുവരാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഡേയ്സിനെ നമ്മുടെ ഗോൾസായിട്ട് അലൈൻഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും നമ്മളെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതൊരു ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് സെറ്റിനെയും നമ്മുടെ ഫ്യൂച്ചറിനെയും തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വലിയൊരു ഹാബിറ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഡെയിലി കുറച്ച് നേരം, കുറച്ച് മിനിറ്റ്സ് മാത്രം എടുത്തിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങളിൽ താങ്ക്ഫുള്ളായിട്ടിരിക്കുക, ചെറുതോ വലുതോ. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ കൂടുതലും നമ്മുടെ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ നമുക്കുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കും, റിലേഷൻഷിപ്സ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നമുക്ക് വരുന്ന ചാലഞ്ചസിനെല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസായിട്ട് മാറ്റാനും പറ്റും. അപ്പം ഇമോഷണലി നമുക്ക് കുറച്ചും കൂടി ഒരു കരുത്ത് വരും. ഇതെല്ലാം നമ്മുടെ ലോങ് ടേം സക്സസ്സിനും ഹാപ്പിനെസ്സിനും എല്ലാം ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള, നമുക്കപ്പം മനസ്സിൽ തോന്നുന്ന 3 കാര്യങ്ങൾ നമ്മൾ എഴുതുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ജസ്റ്റ് ഷെയർ ചെയ്യുക. ഇപ്പം ആരാണോ നമ്മുടെ അടുത്ത് നമുക്ക് സംസാരിക്കുന്നത് വെച്ചാൽ അത് ഷെയർ ചെയ്യുക. അപ്പം ഓവർ ദ ടൈം നമുക്ക് നമ്മൾ ലൈഫിനോട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അടുത്തത് എക്സസൈസാണ്. ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ കോൺഫിഡൻസും ക്ലാരിറ്റിയും ഡിസിപ്ലിനും എല്ലാം ഈ എക്സസൈസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഷോർട്ടായിട്ടുള്ള കുറച്ച് എക്സസൈസ് ആണെങ്കിലും നമ്മളെ മൊത്തത്തിലൊന്ന് ആക്റ്റീവ് ആക്കാനും പിന്നെ ആങ്സൈറ്റി കുറയ്ക്കാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഈ നമുക്ക് ഒരു ചാലഞ്ചസ് വരുമ്പോൾ പൊതുവേ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഏത് കാര്യം, ലൈഫിൻ്റെ എന്ത് കാര്യത്തിലും നമുക്ക് ഒരു സ്ട്രോങ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ പറ്റും. കൂടുതലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഓരോ ദിവസവും നമ്മൾ കുറേ അങ്ങ് എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും ഡെയിലി 20-30 മിനിറ്റ് നേരം നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ക്ഷീണവും ഉറക്കവും നമ്മുടെ മൂഡും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഒരു ഹെൽത്തി മൈൻഡിനും ഹെൽത്തി ബോഡിക്കും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷത്തിനും സ്ട്രെങ്ത്തിനും എല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും വായിക്കുക, റീഡിങ്, നമ്മുടെ മൈൻഡിനെ എന്താ പറയുക, ഡെയിലി ഒരു ഫുഡ് കൊടുക്കുന്ന പോലെയാണ് റീഡ് ചെയ്യുക എന്നുള്ളത്. കുറച്ച് അറിവ്, കുറച്ച് ഇൻസ്പിറേഷൻ, കുറച്ച് പേഴ്സ്പെക്റ്റീവ്സ്, ഇതെല്ലാം നമ്മൾ റീഡിങ്ങിൽ കൂടെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ബുക്സ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്താണെങ്കിലും അത് നമ്മളുടെ ചിന്തകളെ ബാധിക്കുന്നു. അതുപോലെ നമുക്ക് ലോകത്തിനോടുള്ള കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മാറ്റാൻ പറ്റുന്നു. അപ്പോൾ ഡെയിലി ഒരു 20 മിനിറ്റെങ്കിലും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പുതിയ ഐഡിയാസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും, പലരുടെ എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടും. അപ്പം നമ്മളുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെയും അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. മാക്സിമം നമ്മൾ ഈ ഒരു ഹാബിറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫ്യൂച്ചറിനൊക്കെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹാബിറ്റില്ല. ഇന്നത്തെ കാര്യം നമ്മുടെ ഡേ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഡെയിലി പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഗോൾസിലേക്കുള്ളൊരു റൂട്ട് മാപ്പ് പോലെയാണ് അല്ലേ. അപ്പോൾ ഓരോ ടാസ്കുകൾ വരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാതെ നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ സമയം എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ഡിസൈഡ് ചെയ്ത് വെക്കുക. അത് നമ്മളൊരു ടു ഡു ലിസ്റ്റായിട്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് സ്കെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡേ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എന്ത് കാര്യങ്ങളാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് അത് പ്രയോറിറ്റൈസ് ചെയ്യാനും, നമ്മുടെ അത്യാവശ്യമില്ലാത്ത ടാസ്കുകൾക്ക് നമ്മൾ വെറുതെ സമയം കളയുന്നത് ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പൊതുവേ അത് സ്ട്രെസ്സ് കുറയുകയും ചെയ്യും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഓരോ ടാസ്കുകൾ കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനിയത്തൊരു ഗുഡ് ഹാബിറ്റാണ് നമ്മുടെ തോട്ട്സ് ജേർണൽ ചെയ്യാന്ന് ഉള്ളത്. നമുക്ക് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് നമ്മൾ എഴുതി വയ്ക്കുക. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ്, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസസ് ഇതെല്ലാം നമ്മൾ എഴുതി വയ്ക്കുകയാണ് ചെയ്യുക. ഒരുപാട് സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ നമ്മളെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാനും നമ്മളുടെ ഗോൾസിൻ്റെ പ്രോഗ്രസ് അറിയാനും എല്ലാം ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യും. പലതരത്തിലുള്ള ജേർണലിംഗ് ഉണ്ടല്ലോ. ഇപ്പം ഒന്നുമില്ലെങ്കിലും ഒരു ഫ്യൂ ലൈൻസ് നമുക്ക് എന്ത് നന്നായി പോയി അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ള കാര്യം നമ്മളൊന്ന് എഴുതി വയ്ക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ഗ്രോത്തിനെ പറ്റിയും എല്ലാം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ഈ ഒരു എൻട്രീസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനും, പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പുതിയ ഐഡിയാസ് വന്നാൽ അത് എഴുതാനും എല്ലാം ഉള്ളൊരു സ്പേസ് ആയിട്ട് ജേർണലിങ്ങിനെ കണക്കാക്കുക. ശരിക്കും അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ തന്നെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ മനസ്സിനെ ഓർഗനൈസ്ഡ് ആക്കിയിട്ട് നമുക്ക് കൂടുതൽ ഫോക്കസ് കൊണ്ടുവരാനും ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനും ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യമാണ് ഡെയിലി റിഫ്ലെക്ഷൻ. ജേർണലിംഗ് പോലെ എന്ന് പറയാൻ പറ്റില്ല, എഴുതണം എന്നില്ല, എങ്കിലും 10 മിനിറ്റ് നമ്മൾ ആ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നന്നായി പോയില്ല, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാം എന്ന് റിഫ്ലക്റ്റ് ചെയ്യുക ഡെയിലി. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കാര്യങ്ങളിൽ നമുക്കൊരു പാറ്റേൺ ഉണ്ടാവും. എന്ന് നമ്മൾ ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ടാവും. അത് ചിലപ്പോൾ റോങ് ആയിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നാൽ ആ റോങ് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മാറ്റാൻ പറ്റും. നമ്മളെക്കുറിച്ച് കൂടുതൽ അവെയർ ആവാനും ഇൻറ്റൻഷനലായിട്ട് ജീവിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും കുട്ടി വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. അതും നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ജേർണലിംഗ് പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡെയിലി റിഫ്ലക്ഷൻ പോലെ നമുക്ക് എഴുതി പോവാവുന്നതാണ്. ഇതും നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് നന്നായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എക്സ്പെൻസ്, അതുപോലെ ആവശ്യമില്ലാത്ത പർച്ചേസസ്, പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ സേവ് ചെയ്യാൻ നോക്കുക. ഇങ്ങനത്തെ കുറച്ച് ഹാബിറ്റ്സ് കൊണ്ടുവരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ കാശ് എവിടെ പോകുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചെറിയ എമൗണ്ട് ആണെങ്കിലും ഡെയിലി നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം അത് ഒത്തിരി കാര്യങ്ങൾ കോമ്പൗണ്ട് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു വെറുതെ കണക്ക് നോക്കുക അങ്ങനത്തെ ഉള്ളൊരു കാര്യമല്ല. നമ്മൾക്ക് സ്പെൻഡ് ചെയ്യുന്നതിലെ ഒരു ഡിസിപ്ലിനൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം മാക്സിമം നമുക്ക് സ്ട്രോങ് മണി ഹാബിറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം നമുക്ക് ഓവർ സ്പെൻഡിങ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, നമ്മളുടെ പൈസ എവിടെയാണ് നമ്മൾ പോകേണ്ടതെന്ന് എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കണം. സ്ട്രോങ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എപ്പോഴും നമ്മളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. അപ്പോൾ ഡെയിലി നമ്മൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന ഡെയിലി ഹാബിറ്റ്സ് നമ്മൾ കൊണ്ടുവരിക. ലൈക്ക് നമ്മൾ ആ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ നന്നായിട്ട് ലിസൺ ചെയ്യുക അവർക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക അവരെ. നല്ലൊരു ബോണ്ട് ഉണ്ടാക്കി വെക്കുക. നമുക്ക് ഒന്നിലും കെയർ ഇല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് കൊടുക്കാതെ നമ്മൾക്ക് ചുറ്റിനും ആരൊക്കെയാണോ ഉള്ളത് നമുക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിട്ട് ഡെയിലി നല്ലൊരു ബോണ്ട് ഉണ്ടാക്കി വെക്കുക.
ഇത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്ട്രോങ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഡെയിലി എഫേർട്ട് ഇടുക. അതുപോലെ ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ചുറ്റിനുമുള്ള ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുക്സ് വായിച്ചിട്ടോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേട്ടിട്ടോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സ്കില്ല് പ്രാക്ടീസ് ചെയ്തിട്ടോ എന്താണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മുടെ മൈൻഡ് ഷാർപ്പായിട്ടിരിക്കാനും കോൺഫിഡൻസ് കൂട്ടാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ അത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അതെപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. എപ്പോഴും നമ്മൾ പഠിക്കാൻ റെഡി ആയിട്ടിരിക്കണം. നെക്സ്റ്റ് തിങ് ഇസ് സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. ലൈക്ക് വർക്കൗട്ട് ചെയ്യുന്നത്, നീട്ടി വെക്കുന്ന ശീലം മാറ്റുക, അതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് കാര്യം വരുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി നോക്കാതെ നമ്മൾ ആ ഡിസിപ്ലിനെ നമ്മൾ ചൂസ് ചെയ്യണം. അത് നമ്മുടെ വിൽ പവറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് നമുക്ക് മധുരം കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി വരുമ്പോൾ അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, ഇതെല്ലാം നമുക്ക് നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനെയും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഡിസിപ്ലിൻഡ് ആയിട്ടിരുന്ന ക്ഷമ, റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ ഈസി ആയിട്ട് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും. അടുത്തൊരു കാര്യമാണ് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. ഡെയിലി നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഒരുപാട് എനർജി പോകുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ലൈക്ക് ബെഡ് ടൈമിന് മുന്നേ ഫോൺ വേണ്ടാന്നോ അല്ലെങ്കിൽ രാവിലെ സ്ക്രീൻ വേണ്ടാന്നോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ സമയം നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനും സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹോബീസിന് കൂടുതൽ സമയം കിട്ടും, ഫാമിലീനായിട്ട് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ അതെല്ലാം നമുക്ക് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടല്ലോ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതുകൊണ്ട്. പിന്നത്തെ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ഹാബിറ്റാണ്. ഇതാണോ വലിയ കാര്യം എന്ന് ചിന്തിക്കും, പക്ഷേ ഒരുപാട് ഇമ്പാക്റ്റുള്ളൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. നമുക്ക് ഒരുപാട് എനർജി തരും വെള്ളം എന്ന് പറയുന്നത് പോലെ. ബ്രെയിൻ ഫങ്ഷനിങ്ങും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡി സ്മൂത്തായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സംഭവമാണ് വെള്ളം എന്ന് പറയുന്നത്. നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ വിശപ്പാണെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കും, പക്ഷെ അത് ഓവർ ഈറ്റിങ്ങും ക്ഷീണവും വരുള്ളൂ. അപ്പം മാക്സിമം നമുക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഒരു ഇത്ര ലിറ്റർന്ന് നമ്മൾ വെച്ചിട്ട്. അപ്പോൾ അത് ലോങ് ടേമിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന്, മൂഡ്, ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പം എവിടെ പോകുമ്പോഴും വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഡെയിലി ഡീക്ലട്ടറിങ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഡെയിലി ഒന്ന് ടൈഡി അപ്പ് ചെയ്യുന്നത് തന്നെ മതി. നമ്മുടെ കിച്ചൺ കൗണ്ടർ എല്ലാം അതിൻ്റെ പ്ലേസിലോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്ന് ഒഴിവാക്കുക എന്നുള്ളത് സ്ട്രെസ്സ് കുറയ്ക്കാനും സമയം കുറയ്ക്കാനും നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം സഹായിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമേ പോവുള്ളൂ. അപ്പോൾ പല രീതിയിലുണ്ടല്ലേ ഡീക്ലട്ടറിങ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഇങ്ങനത്തൊരു കാര്യമാണ് അഫർമേഷൻസ്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാൻ. ഇതും എല്ലാവരും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാര്യമാണ്. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഒത്തിരി ശക്തിയുണ്ട്. നമ്മളെങ്ങനെയാണോ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് അത് നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ഫ്യൂച്ചറിനെയും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് കോൺഫിഡൻസും മോട്ടിവേഷനും അതുപോലെ നമ്മളോട് തന്നെയുള്ള സെൽഫ് വർത്തും എല്ലാം നമുക്ക് അഫർമേഷൻസിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡെയിലി റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ, നെഗറ്റീവ് തോട്ട് പ്രോസസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓവർ ദ ടൈം നമ്മളിത് ചെയ്യും തോറും നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടും. അതുപോലെ നമ്മുടെ ഗോൾസിലോട്ട് എത്തിക്കാൻ വരെ ഇതിന് കഴിവുണ്ട്.
നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഈ അഫർമേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെയിലി രാവിലെ ഉറക്കെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ ഇത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് അതിന് റിലേറ്റിംഗ് ആയിട്ടുള്ള അഫർമേഷൻസ് നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കാര്യം പറയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതായത് ഒത്തിരി കൈൻഡായിട്ടിരിക്കുക. നമ്മൾ ആരോടാണെങ്കിലും, നമ്മുടെ മക്കളോടാണെങ്കിലും, സ്ട്രേഞ്ചേഴ്സിനോടത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും ഒന്ന് നന്നായിട്ട് തന്നെ ഇരിക്കുക. എവിടെയാണെങ്കിലും ഒന്ന് ചിരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ചിരിക്കുക. അപ്പം ഇതെല്ലാം നമ്മളെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് ഗുഡ് തിങ് ചെയ്യുന്നതും പക്ഷേ അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷണൽ കാര്യങ്ങളെയാണ്. അപ്പോൾ ഇത് നമ്മുടെ പേഴ്സണൽ ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും നമ്മുടെ സക്സസ്സിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരോടും കൈൻഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചെറിയ കാര്യമാണ്, പക്ഷേ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക. ഇതൊരു പവർഫുൾ ഹാബിറ്റാണ്. ഡെയിലി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ ട്രാഫിക്കിൽ കൂടെ പോകുമ്പോൾ, സംസാരിക്കുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ കാത്തിരിക്കുമ്പോൾ ഒക്കെ നമുക്കൊരു ക്ഷമ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആ ക്ഷമക്കുറവുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ വരുത്തും, അറിയാതെ കാര്യങ്ങൾ പറഞ്ഞു പോവും, പിന്നീട് നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ പറയും. അപ്പോൾ ക്ഷമ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക. അത് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും വലിയ ചാലഞ്ചസ് വരുമ്പോൾ നമുക്കതിനെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും എല്ലാം. അപ്പോൾ ഡെയിലി ഹാബിറ്റാക്കി മാറ്റാൻ നമുക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ്, ആവശ്യത്തിന് ഉറക്കത്തിനുള്ളൊരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഉറക്കം കുറഞ്ഞാൽ നമ്മൾ ആകെ ഇറിറ്റബിളായിരിക്കും, സ്ട്രെസ്സായിരിക്കും, ഫോക്കസ് ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബെഡ് ടൈം റുട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ആ സമയത്ത് സിനിമയും കണ്ടുകൊണ്ടിരിക്കാതെ കാര്യങ്ങളൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് നല്ലൊരു റുട്ടീനൊക്കെ ഉണ്ടാക്കി ഒരു നല്ല റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലൊരു സ്ലീപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മശക്തിയും പിന്നെ ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു പവറും ക്രിയേറ്റിവിറ്റിയും ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യും. അടിപൊളിയായിരിക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ. ഫൈനലി ലാസ്റ്റത്തെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ പഠിക്കുക. നമുക്ക് എപ്പോഴും ദേഷ്യവും എല്ലാം വരുമല്ലേ, കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് പോവാതാവുമ്പോൾ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക. നമ്മുടെ വീടിനകത്താണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഹസ്ബൻഡിനോടാണെങ്കിലും നമ്മുടെ ബാക്കി ക്ലോസ് റിലേറ്റീവ്സിനോടാണെങ്കിലും നമുക്ക് ദേഷ്യം വരും. പക്ഷേ അവരുടെ മിസ്റ്റേക്സ് നമ്മൾ പുറത്തു കൊടുക്കുക. ഇത് നമ്മുടെ മനസ്സിൽ ആ സ്ട്രെസ്സും ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റിലേഷൻഷിപ്സ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ആ മുന്നത്തെ ആ ഒരു ഇതിൽ തന്നെ സ്റ്റക്കായി കിടക്കും നമ്മൾ ക്ഷമിക്കാൻ പഠിച്ചില്ലെങ്കിൽ. അപ്പോൾ അതൊരു ഡെയിലി ചോയ്സായിട്ട് നമ്മൾ കണക്കാക്കുക. ഇതും നമ്മുടെ ഫ്യൂച്ചറിനെ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് കുറച്ചധികം ഹാബിറ്റ്സ് പറഞ്ഞു അല്ലേ. നമുക്ക് ഡെയിലി നമ്മളുടെ ഫ്യൂച്ചറിനെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഡെയിലി ഹാബിറ്റ്സാണ്. എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾക്ക് ഇതെല്ലാം അറിയാമെങ്കിലും നമ്മളെപ്പോഴും വിട്ടുപോകും. പലതും ചെയ്യാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പല തിരക്കുകളിൽ പെടും. പക്ഷെ നമ്മൾ ഓരോന്നും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. നമ്മുടെ ലൈഫ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.